രാവിലെ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കത്തുന്ന ചർച്ച മുഖ്യമന്ത്രി ആരാവും കേരളത്തിൻ്റെത്? ആരാവും മുഖ്യമന്ത്രി? മുഖ്യമന്ത്രി ആരാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് വരാതെ ഒന്നും പറയാൻ പറ്റത്തില്ല. കേരളമാണ്, എന്തും നടക്കാം. കേരളത്തിലെ ജനങ്ങളെ നമ്മൾ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ ഈ ജനങ്ങളുടെ ചോദ്യത്തിനൊപ്പം ഈ CPM-ന്റെ നേതാക്കളും സംസ്ഥാന മന്ത്രിമാരും രംഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അതായത് എന്താ പറയുക, അവർ മുമ്പ് കഴിഞ്ഞ തവണ എം എൽ എമാർ മന്ത്രിമാരുടെ വകുപ്പ് വരെ തീരുമാനിച്ചവരാണ്. പക്ഷേ ഇത്തവണ മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കാൻ പാർട്ടിക്കായില്ല. ഇവരോടൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല. ആളെ മനസ്സിലാവുന്നത് കരുതുന്നു. നമ്മുടെ ശിവൻകുട്ടി MLA, വിദ്യാഭ്യാസ മന്ത്രി. അതെ. അപ്പോൾ ശിവൻകുട്ടി MLA മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് പറഞ്ഞത് കഴിഞ്ഞ തവണയും ഇതേപോലെ ആയിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് കാണുന്നതാണ് കോൺഗ്രസിൽ ആരാണ് അടുത്ത മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ സംസാരിക്കുക നമ്മൾ കേട്ടാണ്. അപ്പോൾ അത് തന്നെ ഏറ്റുപിടിച്ചുകൊണ്ട് ശിവൻകുട്ടി MLA വളരെ സർക്കാസ്റ്റിക് ആയിട്ടാണ് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ തവണയും ഇതേപോലെയൊക്കെ ആയിരുന്നു. അല്ല, ഇപ്പോ തഗ്ഗ ഡയലോഗ് അടിക്കാൻ ശിവൻകുട്ടിയെ കഴിഞ്ഞ ആളുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയിലായി. സത്യം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ താത്വികാചാര്യന്മാരൊക്കെ കുറേ പേരുണ്ട്. പക്ഷേ തമാശ രൂപേണ സിമ്പിളായിട്ട് പറയാൻ കഴിയുന്നത് നേതാവ് ശിവൻകുട്ടി തന്നെയാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു നേതാവാണ് മന്ത്രി അപ്പൂപ്പൻ. അതെ. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ തവണ ഇതേപോലെ എല്ലാ മന്ത്രിമാരെയും കോൺഗ്രസ് നിശ്ചയിച്ചിരുന്നു. എല്ലാ മന്ത്രിമാർക്കും ഓരോ ആളുകൾക്കും ഇന്ന വകുപ്പുകൾ തന്നെ തിരിച്ചു കൊടുത്തു. പിന്നെ കാറിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളായിരുന്നുള്ളൂ കുറച്ച് താമസം. കാരണം എല്ലാവർക്കും എല്ലാ നമ്പരും ഒന്നും പിടിക്കത്തില്ല. അതുകൊണ്ട് ജ്യോത്സ്യന്മാരെ കാണാൻ വേണ്ടി പോയിട്ട് വരുന്ന സാഹചര്യത്തിലാണ്. ജ്യോത്സ്യന്മാരെ കാണാൻ വേണ്ടി പോയി നമ്പറിന് വേണ്ടിയിട്ട് പോയിട്ട് വരുമ്പോഴാണ് വാർത്ത കേൾക്കുന്നത് വീണ്ടും LDF തന്നെ അധികാരത്തിൽ വന്നു. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യവും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും പാർട്ടി ഒരുക്കി കൊടുക്കുമെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് സ്വപ്നം കാണാൻ വേണ്ടിയിട്ട് 140 സീറ്റുകളും എഴുതി തന്നിട്ടുണ്ട്. നിങ്ങൾ എത്ര വേണമെങ്കിലും സ്വപ്നം കണ്ടു എന്ന് പറയുന്ന ശിവൻകുട്ടിയുടെ വളരെ സർക്കാസ്റ്റിക് ആയിട്ടുള്ള സംസാരമുണ്ട്. അവിടെ CPM-ന്റെ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ LDF-ന്റെ ഒരു കോൺഫിഡൻസും കൂടി അദ്ദേഹം ആ വാക്കുകളിലൂടെ പറയുന്നുണ്ട്. അല്ല, അദ്ദേഹം എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിന് ശേഷം സ്വന്തം ഭൂരിപക്ഷം വിളിച്ചു പറഞ്ഞ അല്ലെങ്കിൽ ആരൊക്കെ ആയിരിക്കും നിയമത്ത് അടുത്ത വിജയിക്കാൻ പോകുന്ന ആരാണ് എന്ന് വിളിച്ചു പറഞ്ഞ ഒരാളാണ് ശിവൻകുട്ടി. ശിവൻകുട്ടി ആദ്യം തന്നെ പറഞ്ഞു, ഞാൻ തന്നെയായിരിക്കും വിജയിക്കാൻ പോകുന്നത്, എൻ്റെ ഭൂരിപക്ഷം എത്രയും കാണും, 2ാം സ്ഥാനത്തേക്ക് വരാൻ പോകുന്നത് രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും, അയാൾക്ക് ഇത്ര വോട്ടുണ്ട്, 3ാം സ്ഥാനത്തായിരിക്കും ശബരിനാഥിന് ഇത്ര മാത്രം വോട്ടേ വാങ്ങിക്കാൻ കഴിയൂ എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു. പക്ഷേ നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് അടിയൊഴുക്കുകൾ ഒരുപാട് നടന്ന മണ്ഡലമാണ് നിയമം എന്ന് പറയുന്നത്. ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത ട്വിസ്റ്റുകൾ നടന്നേക്കാം എന്നുള്ള വാർത്തകളും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ മന്ത്രി അപ്പൂപ്പന് ഈ മാധ്യമങ്ങളെ കണ്ട് ഇതെല്ലാം സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റൊരു വാർത്ത ഇതിൻ്റെ ഇടയ്ക്ക് വന്നിരുന്നു. ഒരു CPI നേതാവ് നേമത്ത് ശിവൻകുട്ടി, അതായത് നമ്മുടെ മന്ത്രി അപ്പൂപ്പനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് തോൽക്കണം. CPIയുടെ നേതാവാണ് പറയുന്നത് മന്ത്രി ജയിക്കുന്നത് കാണാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പണി അദ്ദേഹം എടുത്തിട്ടുണ്ട് എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അടിയൊഴുക്കുകൾ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ശിവൻകുട്ടി സർക്കാസ്റ്റിക് ആയിട്ട് ഞാൻ വിജയിക്കും, UDF-ൽ എന്തെല്ലാം അടിയാണ് കാണുന്നത്, നിങ്ങൾ 140 മണ്ഡലങ്ങൾ എടുത്തോളൂ എന്ന രീതിയിൽ പറയുമ്പോഴും കാലടിയിലെ മണ്ണൊലിച്ചു പോകുന്നത് ശിവൻകുട്ടി അറിയുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അറിയാതെ പോയി എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ കണ്ണൂർ തന്നെ ഇത്രയും വിഷയങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? സ്വന്തം കീഴിലെ മണ്ണൊലിച്ചു പോകുന്നതാണ്. സ്വന്തം പാർട്ടിയെ സ്വന്തം പാർട്ടിയിലുള്ള അണികൾ തള്ളിപ്പറയുന്നതാണ്. എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇത്രയും കാലത്തില്ലാത്തതുപോലെ അപജയം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നത്? കഴിഞ്ഞ 10 വർഷമായിട്ട് ഭരിക്കുന്ന പാർട്ടിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതലും സംഘടനാശേഷിയുള്ള ഒരു പാർട്ടിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണികളുള്ള പാർട്ടിയാണ്. എന്നിട്ട് ഈ പാർട്ടി എന്തുകൊണ്ട് ഈ അപജയം ഉണ്ടായി എന്ന് പഠിക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഇപ്പോഴും അവരുടെ കോൺഫിഡൻസ് 75-ന് മുകളിൽ 80-90 സീറ്റുകളിൽ വിജയിക്കുമെന്ന് തന്നെയാണ്. തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ നമുക്ക് കാണാം. ചിലപ്പോൾ പക്ഷേ ഒരു കാര്യം നോക്കണം, കഴിഞ്ഞ 2021 തിരഞ്ഞെടുപ്പിൽ 99 സീറ്റ് 99 സീറ്റ് നേടിയ LDF മുന്നണി ഇത്തവണ 70 സീറ്റ്, അത് കിട്ടുമോ എന്നറിയില്ല, 58 സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ട്. കുറച്ച് സീറ്റുകൾ കൂട്ടിയാൽ 75 ഭൂരിപക്ഷം നമുക്ക് കിട്ടും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എന്ന് പറയുന്ന രീതിയിലായി. അല്ല, സ്വാഭാവികമായിട്ടും LDF-ന്റെ കോൺഫിഡൻസ് അതാണ്. LDF-ന് ഞങ്ങൾക്ക് ഇത്രയും സീറ്റുകൾ കിട്ടുമെന്ന് കോൺഫിഡൻറ്റോടെ പറയാൻ കഴിയുന്ന 57 മണ്ഡലങ്ങളുണ്ട്. UDF-നെ സംബന്ധിച്ച് എത്ര മണ്ഡലങ്ങളുണ്ട്? തങ്ങൾക്ക് ഈ മണ്ഡലത്തിൽ സുഖമായിട്ട് ഇനി
ആരെ നിർത്തിയാലും ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമെന്ന് പറയാൻ കഴിയുന്ന എത്ര മണ്ഡലമുണ്ട്? വളരെ കുറച്ച് മണ്ഡലങ്ങളേ ഉള്ളൂ. LDFനെ സംബന്ധിച്ച് കൃത്യമായിട്ട് കണക്കുകളുണ്ട്, പാർട്ടി ഗ്രാമങ്ങളുണ്ട്, പാർട്ടി വോട്ടുകളുണ്ട്, പാർട്ടി സീറ്റുകളുണ്ട്. അവിടെ ആരെ നിർത്തിയാലും കൂടാതെ വ്യക്തിഗത വോട്ടുകൾ ഒരു കാരണവശാലും നഷ്ടപ്പെടില്ല എന്ന് കരുതുന്ന വ്യക്തിഗത വോട്ടുകൾ. ഇപ്പോൾ നേമത്താണെങ്കിലും ശിവൻകുട്ടിയുടെ ഏറ്റവും വലിയ ചിന്ത എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകൾ അദ്ദേഹത്തിന് തന്നെ കിട്ടുമെന്നുള്ളൊരു വിശ്വാസമാണ്. എല്ലാം ഒരു വിശ്വാസമാണ്. തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നതും വരെ UDFന്റെ ഈ മുഖ്യമന്ത്രി കസേര മോഹമാണെങ്കിലും LDFന്റെ തങ്ങൾ വരുമെന്നുള്ള മോഹമാണെങ്കിലും എല്ലാം വിശ്വാസം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് യാഥാർത്ഥ്യം എന്നൊരു കാര്യമുണ്ട്. യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ ചിലപ്പോൾ നമുക്കൊന്നും പറയാൻ കഴിയില്ല. അല്ല, ഇനി വരും ദിവസങ്ങളിൽ ആരൊക്കെ ആരുടെ കാലുവാരി എന്നുള്ള വാർത്തകളും പുറത്തു വരാൻ സാധ്യതയുണ്ട്. സത്യം. ഇപ്പോ സ്വന്തം മണ്ഡലത്തിൽ നേമത്ത്, അതായത് സഖ്യകക്ഷിയായ CPI ഒരു നേതാവാണ്. അദ്ദേഹമാണോ ഈ ശിവൻകുട്ടിക്ക് വോട്ട് നൽകിയില്ല എന്ന് പറയുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതലും ഉണ്ടായിരുന്ന വിഷയം എന്ന് പറയുന്നത് പാർട്ടിക്കുള്ളിൽ തന്നെ ഉള്ള ഏറ്റവും വലിയ വിഷയം CPIയിൽ നിന്നും കുറച്ച് ആളുകളെ അടർത്തിക്കൊണ്ട് CPMലേക്ക് വരുന്നു, CPMൽ നിന്നും കുറച്ച് ആളുകളെ അടർത്തിക്കൊണ്ട് CPIയിലേക്ക് പോകുന്നു. ഇത് വലിയ രീതിയിലുള്ള അവസ്ഥയ്ക്ക് CPMലുള്ള സംഘർഷങ്ങൾക്ക് തന്നെ വലിയൊരു കാരണമായിട്ടുണ്ട്. ഇതേ പാർട്ടിയിൽ നിന്നും BJPയിലേക്കും കോൺഗ്രസിലേക്കും ആൾക്കാർ പോയിട്ടുണ്ട്. കോൺഗ്രസിലേക്കും ഇതിലേക്കും പോകുന്നതല്ലല്ലോ. രണ്ടുപേരും ഒരേ പാർട്ടിയിലാണ് പ്രവർത്തിക്കേണ്ടത്. ഇപ്പോൾ ഇലക്ഷൻ വരികയാണെങ്കിൽ LDF എന്ന് പറയുന്ന ഒറ്റ മുന്നണിയിലാണ് മത്സരിക്കേണ്ടത്. രണ്ടുപേരും തമ്മിൽ ബദ്ധ ശത്രുക്കളാണ്. എങ്ങനെ മുന്നോട്ട് തമ്മിൽ കണ്ടാൽ തല്ലുന്ന വൈരത്തിലുള്ള അവസ്ഥകളാണ് ഈ പറയുന്ന സോകോൾഡ് സഖ്യകക്ഷികൾ. കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ CPI അല്ലെങ്കിൽ AISF CPMനെതിരെ തിരിയുന്നൊരു സാഹചര്യം ഉണ്ടായി. CPMനെതിരെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് സമരം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. PM ശ്രീ പദ്ധതിയുമായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും CPMനെ അത്ര കണ്ട് അംഗീകരിക്കാൻ CPI തയ്യാറാകുന്നില്ല. പക്ഷേ ഈ ബിനോയ് വിശ്വത്തിനുള്ള ഒരു എന്താ പറയാ, ഒരു വിധേയത്വം മറ്റുള്ളവർക്ക് കാണണമെന്നില്ല. അടിയുറച്ച പാർട്ടി വിശ്വാസം. പ്രാദേശിക തലത്തിൽ സംഘർഷങ്ങൾ ഉണ്ടെന്നേ. പ്രാദേശിക തലത്തിൽ CPMഉം CPIയും തമ്മിൽ വലിയ സംഘർഷങ്ങളുണ്ട്. എത്രയോ വീഡിയോ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. CPMഉം കൂടെ റോഡിൽ കിടന്ന് അടിയുണ്ടാക്കുന്നതും വഴക്കുണ്ടാക്കുന്നതും ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ സംഘർഷങ്ങളുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് മാത്രമല്ലല്ലോ, ഇപ്പൊ ഈ കോളേജിലെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഈ SFIക്കാർ നിൽക്കുന്ന ഒരു സീറ്റുകളിലേക്ക് ഒരു ASFക്കാരൻ മത്സരിക്കില്ല. മത്സരിച്ചാൽ തന്നെ അവര് സമ്മതിക്കില്ല. അത് വലിയ സംഘർഷത്തിലേക്ക് പോകും. ഇപ്പൊ ഞാൻ പറയാം, ഞാൻ കൊട്ടാരക്കരയാണ് എന്റെ സ്ഥലം. പുനലൂർ അടുപ്പിച്ചാണ് എന്റെ വീട് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുനലൂർ SN കോളേജിൽ നടക്കുന്ന വിഷയങ്ങൾ എനിക്ക് കൃത്യമായിട്ട് അറിയാം. അവിടെ SFIയും ASFും തമ്മിൽ ഏതു സമയത്തും സംഘർഷങ്ങളാണ്. കൊട്ടാരക്കര ST കോളേജ്, അവിടെയും ഇത് തന്നെയായിരുന്നു വിഷയം. SFIയും ASFും തമ്മിൽ. കാരണം രണ്ടു പേർക്കും അവിടെ സംഘടനാ സംവിധാനം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ SFI ASFനെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യും. ASFന്റെ ഒരു നേതാവിന് സംസാരിക്കാനോ അല്ലെങ്കിൽ മത്സരിക്കാനുള്ള സാഹചര്യം പോലും SFI ഉണ്ടാക്കും. അതെ, മിക്ക കോളേജ്, അതായത് തെക്കൻ ജില്ലകളിലെ മിക്ക കോളേജുകൾക്ക് ഈ SFIക്ക് ഈസി വാക്ക് ഓവറാണ്, ഈസി വിന്നാണ്. കാരണം എതിരാളികളില്ല. അത് സഖ്യകക്ഷിയായ ഈ ASFിലെ വിദ്യാർത്ഥികൾ പോലും ആരും മത്സരിക്കാനില്ല. മത്സരിച്ചാൽ അടി കിട്ടും. തീർച്ചയായും അടി കിട്ടുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഇത് തന്നെ നമ്മൾ ഈ SFIയിലും ASFിലും പറയുന്ന അതേ കാര്യങ്ങൾ തന്നെ CPMലും CPIയിലും നിലനിൽക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടെടുത്താൽ കണ്ടുകൂടാ. പക്ഷെ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഒന്നിച്ചു പോയെങ്കിൽ എല്ലാം പറ്റുമോ? അപ്പോൾ അടിയിലൂടെ വാരാനുള്ള പണികൾ കൃത്യമായിട്ട് അവിടെ നടക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ശിവൻകുട്ടി അപ്പൂപ്പൻ വാർത്താ സമ്മേളനം കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും അറിയുന്നത് ഇത്തരത്തിലുള്ള കാലുവാരിലാണ് അറിയുന്നത്. ഉറപ്പായി തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ റിസൾട്ട് വരുമ്പോൾ വേണമെങ്കിൽ ഒന്നും കൂടെ ചിലപ്പം അറിഞ്ഞെന്നിരിക്കാം. അപ്പൊ എനിക്ക് തോന്നുന്നില്ല അവിടെ നേമത്ത് വലിയ രീതിയിലുള്ള ഒരു അട്ടിമറി വിജയം ഉണ്ടാകാൻ സാധ്യത ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എവിടേക്കോ ചില സാഹചര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ശബരിനാഥന് കിട്ടാനുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ളത് അത് വ്യക്തമായിട്ടുള്ള ഒരു കൺഫേം വോട്ടിന്റെ ലിസ്റ്റാണ്. 4500 മുതൽ 5000 വരെ എന്നുള്ള ഒരു ലീഡ് അത് ശിവൻകുട്ടി പറയുന്ന ലീഡാണ്. പക്ഷേ UDFനെ സംബന്ധിച്ച് UDF കരുതി വെക്കുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത്രയും കാലത്തില്ലാത്തതുപോലെ CPMനകത്തുള്ള സംഘർഷങ്ങൾ, ഇന്റേണൽ പൊളിറ്റിക്സ് പ്രശ്നങ്ങൾ വലിയ രീതിയിൽ വിഷയമായിട്ടുണ്ട്. അതേപോലെ തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ, അത് ക്രൈസ്തവ സംഘടനയുടെ ആണെങ്കിലും ഇസ്ലാമിക സംഘടനയുടെ ആണെങ്കിലും ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിച്ച് 2011 എങ്ങനെയാണോ UDFന് അധികാരത്തിൽ വന്നത് അന്നുണ്ടായിരുന്ന ആ ഒരു അനുകൂല സാഹചര്യം ഇപ്പോൾ റിവേഴ്സ് സ്വീപ്പായിട്ട് വീണ്ടും വന്നിട്ടുണ്ട്.
ഈ 10 കൊല്ലം ന്യൂനപക്ഷങ്ങളുടെ ഒന്നും വോട്ടുകൾ കിട്ടിയിട്ടില്ല ബൾക്കായിട്ട്. ഈ തെരഞ്ഞെടുപ്പിൽ അത് ഉണ്ടാകുമെന്നുള്ള UDFന്റെ ഒരു കോൺഫിഡൻസ്. അതേപോലെ തന്നെ അവർ കൊണ്ടുവന്ന 5 പദ്ധതികളുണ്ടായിരുന്നു. ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറയുന്ന സൗജന്യ ബസ് യാത്ര പോലുള്ള ഒരുപാട് പദ്ധതികൾ, അതെ, ഇന്ദിരാ ക്യാൻറ്റീൻ, അതേപോലുള്ള പദ്ധതികൾ സ്വാഭാവികമായിട്ടും സ്ത്രീകൾക്ക് കുറച്ചുകൂടെ UDFനോടൊപ്പം UDFന് വോട്ട് കൊടുത്താൽ അവരോട് അനുഭാവം തോന്നി. UDFനോട് കുടുംബത്തിലുള്ള ഒരു സ്ത്രീകൾക്ക് ഒരു സ്വാഭാവികമായിട്ടും അത് UDFന് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതും UDF എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. ഈ സർവീസ് തലങ്ങളിലാണെങ്കിൽ പോലും സർവീസ് തലത്തിൽ ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട്. CPMന് ഒരുപാട് സംഘടനകളുണ്ട്. ഈ സംഘടനയിലുള്ള ആളുകൾക്കെല്ലാം CPM മാറി UDF അധികാരത്തിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അതായത് ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട് കേരളത്തിൽ മൊത്തം. സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും CPMൽ നിന്ന് പോലും ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അത് തങ്ങൾക്കൊരു അനുകൂലമായിട്ട് വരുമെന്ന് തന്നെയാണ് UDFന്റെ ഒരു കണ്ടെത്തൽ, അല്ലെങ്കിൽ അവരുടെ കൺക്ലൂഷൻ. അവസാനം ലാപ്പിൽ എത്തുമ്പോഴത്തേക്കും UDF പറയുന്ന 80-85 സീറ്റിലേക്ക് എത്തുമെന്ന് തന്നെയാണ് UDF ചിന്തിക്കുന്നത്. LDFും അത് തന്നെയാണ് ചിന്തിക്കുന്നത്. അല്ലെ, ഇപ്പോ ചർച്ചകളിൽ ഇപ്പോൾ ആ ഒരു മുഖ്യമന്ത്രി തർക്കം ഉടനെ പരിഹരിക്കപ്പെടും. പക്ഷെ അതേ സമയത്തും താൻ ജയിക്കുമോ എന്നുള്ള ഒരു ഉറപ്പ് അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഇതുപോലത്തെ ഒരു പ്രശ്നങ്ങൾ കാരണം. അപ്പോൾ നിങ്ങൾ മുഖ്യമന്ത്രിയെ ആരെ വേണമെങ്കിലും ട്രോളിക്കോളൂ, പക്ഷേ സ്വയം സേഫ് ആകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്.